എന്താണ് മുള്ളമന്നിയോ? മുള്ളമന്നിന്റെ കൊമ്പ് നരിയോ? എവിടേക്കാണ് നടക്കണം? ഇത് പിടി. കുടല് വരെ പോയി മനുഷ്യനെ. പന്നി ഫാം കാണാൻ നല്ല പൂതി ഉണ്ടായിനി. പക്ഷേ അറക്കാൻ കൊണ്ടുപോകുക ഞാൻ പോരാ. പന്നി ഫാം കാണാൻ ഞാനില്ല. പന്നി ഫാം പറഞ്ഞപ്പോലെ അത്ര വന്നിക്കണ്. ഹലോ ഗായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. എന്താ പറഞ്ഞോടുക്കേ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കുറച്ച് വറകും കൊണ്ടാണ് വന്നിരുന്നത്. ആ വറക് ഗൈസ് ഇപ്പോൾ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ എന്താ പറയുക, രസം വറകുണ്ടാ പോയി വെക്കുക. ഇതൊന്നും നമുക്ക് ഇവിടെ ആദ്യമായിട്ടില്ല, നമുക്ക് പരിചയമൊന്നുമില്ലല്ലോ. പോയി വെക്കുക. കുറച്ച് വറക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അവിടുന്ന് കൊടുന്ന് കഴിഞ്ഞും ചെയ്തു. പെട്ടെന്ന് പോയി കൊണ്ടുവരാനും പറ്റണില്ല. അപ്പം അതുകൊണ്ട് പോയി വെക്കുക വറക് കിട്ടുമെന്ന്. അപ്പോൾ ഗൈസ്, നമ്മളെ മെയിൻ വറക് പുറത്തക്കാരായ ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. വിശിഷ്ട അതിഥിയായ ഉമ്മ ഇങ്ങോട്ട് വരി, പൊറുക്കാൻ വരി. ഗൈസ്, ഈ കുന്ന് നമുക്ക് വലിയ ഐഡിയ അല്ല കേട്ടോ. കാരണം നമ്മളെ കുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊട്ടേ കയറി മറിയുന്ന കുന്നായിന്. ഇത് നമ്മളെ കുന്നല്ല, ഇത് വേറെ കുന്നാണ്. ഇതാണ് ഗൈസ് നമ്മളെ വാടകപ്പേരൊക്കെ നമുക്ക് ഇവിടുന്ന് വ്യക്തമായി കാണാം. നമ്മൾ വലിയ ദൂരത്തൊന്നുമല്ല, ഇവിടെ എടുത്ത് തന്നെയാണ് അല്ലേ. പിന്നെ ഗൈസ്, നമുക്ക് കേട്ടറിവുണ്ട്. അതായത് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പോയിനി, അത് ഇത് കൂടെ ഒന്നല്ല. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ പന്നി ഫാം ഉണ്ട്. അപ്പോൾ പന്നി ഫാം മറ്റൊന്നും നമ്മൾ പോണില്ല. ഇത് പിന്നെ അപ്പൊ ഗൈസ്, നമ്മള് പന്നി ഫാമൊക്കെ ഒന്നും പോണില്ല. നമ്മൾ വറക് കൊടുക്കാനാണ് ഇപ്പോൾ വന്നിക്കുന്നത്. അപ്പൊ നമുക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ വയ്യില്ലേ, ഈ വയ്യറ്റേ തോന്നുന്നു ഗൈസ്. അപ്പുറത്തെ കുറ്റി ഇങ്ങനെ പോകും. എന്ത് കുറ്റി? ഇതിന്റെ അളന്ന കുറ്റി ഈ സ്ഥലത്തിന്റെ. അപ്പൊ ഗൈസ്, ആ തോട്ടം അപ്പുറത്തെ ചേച്ചുവിന്റെ തോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ തോട്ടം. നമ്മളെ തോട്ടമല്ല, നമ്മളെ വാടകപരിത തോട്ടം. നമ്മൾ പിന്നെ ഗൈസ് ഈ മറ്റേ മരം വെട്ടി മുറിച്ചിട്ടല്ല വറക് പൊറുക്കുന്നത്, നിലത്ത് കൊഞ്ഞാടിയ വറക് പൊറുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു നമ്മളെ പെരീക്ക് പുയ്ക്കളത്തുന്ന ഇവിടുന്നാണ് തോന്നുന്നുണ്ട്. ഇവിടെയാണ് അതിന്റെ ഉറവിടം തോന്നുന്നുണ്ട്. നോക്കി എല്ലാ ഡബർ മൂക്കുടിയും നോക്ക് ഗൈസ്, ഇഷ്ടം പോലെ പുയ്ക്കളാണ്. എനിക്ക് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? നോക്കി, ഈ ഡബർ ഒന്ന്, ആ ഡബർ ഒന്ന്, ഇതൊക്കെ നമ്മളെ തൊട്ടടുത്തുള്ള ഡബർ നോക്ക്. ഇതൊക്കെ ഇത് നോക്ക്. തൊട്ടടുത്തുള്ള റബ്ബർ ഏടെ നാ നമുക്ക് കുന്ന് കയറാം. നീ റെസ്റ്റ് ഇല്ല കേട്ടോ. ഇത്രയും നേരം നമ്മൾ റെസ്റ്റ് എടുത്തു. നീ കയറി കത്തി വെച്ച് പിടിച്ചോണ്ടാവും. കത്തിയും വലിയൊക്കെ വെച്ച് പോക്കാനാണ് ഇറക്കി. ഈ മുള്ളത് വിട്ടോടേ. ഓക്കെ, ഈ മുള്ള് കേടിട്ടണ്ട കാലിമേ. മുള്ള് കേടിട്ടണ്ട, കേടിട്ടണ്ട. മുള്ള് വെട്ടി കളയല്ലേ വേണ്ടി. മുള്ള് നമ്മളെയൊക്കെ കത്തിയുണ്ടോ? പിന്നെന്താ? ശരിയാണ്. പറ്റില്ല, മുള്ള് കേടിട്ടുണ്ടാകും. അങ്ങനെ കാലുമ തട്ടണ്ട. പണി കിട്ടും ഗൈസ്. കാരണം എന്തിനാ പുറത്ത് റിസ്ക് എടുക്കുന്നത്? ഇതൊക്കെ വെട്ടിന് മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഗൈസ്. ഞാൻ ഗൈസ് പെരീന്ന് ടർക്കിയൊക്കെ കൈ പിടിച്ചു. കാരണം എന്തിനറിയോ? കൊതുക് കടിച്ചാക്കാനും വറക് കിട്ടിയാത്തേക്കും. കൊതുകിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലേ, പക്ഷെ വറകിന്റെ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് വറക് കിട്ടിയിട്ട് നമുക്ക് തരികല്ലോ. അപ്പോൾ ഇത് തലം വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇവിടുന്നൊക്കെ കുറച്ച് കുറ്റികളും സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടിട്ടുണ്ട്. പിന്നെ ഗൈസ് ഹാഫ് കൈയാണ് ഇട്ടിക്കണത്. ഈ സാധനം ഫുള്ള് കൈ ഉണ്ടായിട്ട് ഇപ്പം പിന്നെ കുഴപ്പമില്ലേ. ഇപ്പൊ മറ്റേ ജുബ്ബ ഇട്ട് വന്നിട്ട് അത് കാട്ടി കൊടുത്താ. ഓൻ ജുബ്ബ ഇട്ട് വന്നിട്ട് ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല. ഈ കാട്ടിക്ക് ഒന്നും ചെയ്തു. കൊതുകിന്റെ കടി ഉമ്മ പുയ്യ ഉണ്ടാവും, വല്ലാതാണ്ട് ചാരിക്കണ്ട. നേരത്തെ ഉണ്ട് പുയ്യ് അവിടുന്ന് മോണ്ട പറഞ്ഞു പുയ്യ് വാലിട്ട് പോകും പറഞ്ഞു. അപ്പൊ പുയ്യ് വാലിട്ട് ചോദിച്ചു. ഉമ്മമാന്റെ പൂതി എന്താ അറിയാം? ഉമ്മ ആദ്യം എന്താ പറഞ്ഞു? വേറെ നൂലുമ്പോ കൂടെ പോവുകയാണ്. വേറെ നൂലുമ്പോ കൂടെ ഇതിന് നൂലില്ല, അറിയില്ലല്ലോ. അത് ശരി. അപ്പം ഇത് നൂൽപുയ്യ ആണോ? പട്ടുനൂൽപുയ്യ പറഞ്ഞ സാധനം അറിയോ? അത് പറയുന്നത് പറ്റി കുരുമൊക്കെ ഉണ്ടാക്കണേ. എന്നിട്ട് ഉണ്ടാക്കിക്കണോ? പിന്നെ പറ്റി ഉണ്ടാക്കിട്ട് അതിന്റെ പഞ്ഞിയൊക്കെ എടുക്കാൻ ഞാൻ പോയിക്കണം. ആണോ? പൊട്ടിയിലൊക്കെ ഉണ്ടായിനി. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിനി. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി. വലിയ പുള്ളിയാണപ്പോ ഗൈസ്. നമ്മളെന്തായാലും നേരെ കുന്നിന്റെ മുകൾക്കാട്ടാ പോണേ. അതായത് അങ്ങേ മുകൾക്കാ പോണേ. അതിന്റെ മുകളിലാണ് ആ പന്നി ഫാം കൊണ്ടൻ പറഞ്ഞത്. അതിന്റെ മുകളിലുണ്ട് വേറെ കുറച്ച് സ്ഥലം. അപ്പൊ അവിടെയൊക്കെ പോയിട്ടാണ് ഈ അവിടെ പുയ്യാക്കണേ.
ഇവിടെ നോക്കിയാ എവിടെ കൈ വെച്ചിങ്ങനെ അറിയോ ഇങ്ങനെ കുത്തിരിക്ക തൊട്ടടുത്താണ് പുയ്യ് ഇതിനൊക്കെ വലിപ്പം നോക്കിയാ മോണ്ടാ തൊപ്പന്റെ വലിപ്പം നോക്കിയാ തൊപ്പപ്പൂയി വെറുതെ അല്ലേ തൊപ്പപ്പൂയിയുടെ പേര് ശരി നോക്കിയാ പഞ്ഞിക്കെട്ട് വായിക്കുക ഇതിന് പുയ്യ് നോക്കിയാ അങ്ങനെ പൂച്ചനെ വൈകി ഇത് വന്നാക്കിയാൽ ചിലപ്പോ പൂച്ചക്കൊക്കെ രോമം കൊടുക്കണേ പൂച്ചക്ക് രോമ പൂജിന്റെ പൂജ പറഞ്ഞോ പറയാൻ പറ്റൂല അതാ ചേച്ചിന്റെ ഒരു ഇഷ്ടം പോലെ പൊയ്ക്കളാണ് കേസ് നമ്മൾ ഈ കൂടെ നടക്കുമ്പോൾ നോക്കി കിടക്കണം അല്ലാന്നുണ്ടെങ്കിൽ മേത്തൂടെ എന്തായിട്ട് എനിക്ക് പറക്കണം ഇവിടെ കൗത്തിൻ്റെ അവിടെ ചൊറിയുണ്ട് ഇനി എന്തായതാണാവോ ഗൈസ് നമുക്ക് കത്തി എടുത്തിക്കണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ മരത്തുമെന്ന് വെട്ടിയെടുക്കാണെന്നല്ല കേട്ടോ നിലത്ത് കഴിഞ്ഞാൽ കിടക്കണ വലിയ വലിയ ഇതേമാതിരി കൊമ്പുകളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കാൻ പോകല്ലേ കത്തി കയ്യിലെ ആവശ്യമാണ് കാട്ടിക്ക് പോകുമ്പോഴോ വെറുതെ ധൈര്യത്തിന് വലുതിന് കിട്ടിയും കേട്ടോ കേട്ടോ ധൈര്യത്തിനല്ലേ കത്തി ഇങ്ങനെ വല്ല പുലി എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ചാരിയ ചാണ്ടി അതാ അവിടെ കിട്ടും നല്ല ഉറപ്പാണ് കേട്ടോ ഇഷ്ടം പോലെ ചെതലട്ടോ നോക്കിയാ മണ്ടി കളിച്ചു നോക്കി ഇഷ്ടം പോലെ ചെതല് ഇവിടെ ഞങ്ങൾക്ക് വലിയൊരു കൊമ്പ് ഇട്ടിരിക്കണ പക്ഷെ പൊട്ടിച്ചാടിക്കല്ലടാ കൊണ്ടോണം ഏത് ഇതല്ല ഇത് ഇതുമ്പോ എന്തേലും ഉണ്ടോക്കെ ആദ്യം ഓക്കെ ഏറ്റാ മാത്രമൊന്നും ഇല്ല പറഞ്ഞിട്ട് നടന്നോളി അത് കൊടുക്കാം അമ്മ ആദ്യം ഇത് പൊക്കി ലിഗ്മെന്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ലിഗ്മെന്റും കാലൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് വറക് കൊടുക്കാൻ പോകുന്നത് പോവോ കത്തിച്ചണ്ടേ എങ്ങനെ കത്തിച്ചണം കയ്യും കാലും ഇല്ല പറഞ്ഞിട്ട് അപ്പൊ എത്ര കയ്യും കാലും ഇല്ലാന്നുണ്ടെങ്കിലും വറക് എന്തായാലും മസ്റ്റാണ് കേസ് കാരണം ഇപ്പോ ഗ്യാസ് തന്നെ ഇപ്പൊ കിട്ടാല്ല അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും വറകേ നടക്കുള്ളൂ അല്ലെങ്കിലും വറക് തന്നെയാണ് പിന്നെ ഗ്യാസ് ഒരു സ്റ്റെപ്പിനിക്കായിട്ട് എമർജൻസി ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് നമ്മൾ വെക്കണേ അല്ലെങ്കിൽ നമ്മൾ വറക് തന്നെ എന്ത് ആ മഞ്ഞ് മോൾക്ക് പോവാ കേട്ടോ ഒക്കെ പൊട്ടു നോക്കിയാ അത് വേണ്ട വെറും പയങ്ങഞ്ഞ് ഇതേക്കണ് പയങ്ങഞ്ഞ് പൊടി പൊടി വയ്ക്കണ് നമുക്ക് മോൾ പോവാം നമുക്ക് കൂടുതൽ തോന എന്തെങ്കിലും കിട്ടുവോക്കാം ഒരു കൊള്ളി കിട്ടിയാലോ മരം നടി കിട്ടുവെക്കുമ്പോ എടാ ഒരു കൊള്ളി കിട്ടിയാലും ഉറപ്പില്ലോ നല്ല കിട്ടായി പൂരലുകൊണ്ടിട്ട് പിന്നെ ഏറ്റണ്ടേ ഈ ഏറ്റിൽ ഭയങ്കര ടാസ്ക് ആട്ടോ ഈ കുന്നും മലയും കയറണം ഏറ്റി കൊണ്ടുവരണം ഇത് എടുത്തോളി അത് നല്ല കൊമ്പ ഇതൊക്കെ ഗൈസ് ഈ തോട്ടത്തിൻ്റെ ഓണർ ആരെങ്കിലൊക്കെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതാക്കണ് ഇവിടെ ഇപ്പം നേരത്തെ തന്നെ കണ്ടില്ലേ അവിടെ ആക്കണ് കൊയിഞ്ഞാടി കടന്നിട്ട് ആരും എടുക്കാന്നിട്ട് മണ്ണായി പോയി അപ്പോൾ അതിന് പകരം ഞങ്ങൾ പെരിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് അതും കൊയിഞ്ഞാടി കിടക്കണം മാത്രമല്ലേ അമ്മ കൊയിഞ്ഞാടിയ വർഗല്ലാതെ നമ്മൾ മരത്തും വന്ന് ഓടിച്ചണമൊന്നുമില്ല അത് നമ്മളല്ലല്ലോ അത് ഇജ്ജല്ലേ ഞങ്ങളെ എന്തിനാ വെട്ടുന്നത് ഞമ്മക്കിട്ട് വേണ്ടേനു അത് അടുപ്പിലും വെക്കൂല മണ്ണയക്കണത് അടുപ്പിലാക്കാനും പറ്റൂല എന്തിനാണ് വെറും മണ്ണ് കേട്ട പൊട്ടന്മാരും കൂടി കൊണ്ടുപോയില്ല ആ മണ്ണ് അത് ആണോ അത് മണ്ണാ ഇതിന് മുകളിലൊക്കെ ചക്കമരണ്ടല്ലേ അതാണോ ചക്കൊക്കെ ഉണ്ട് കൈസ് ഇപ്പോൾ നിലത്ത് കുഞ്ഞിട്ട് ആകണ അങ്ങെത്തിക്കണ് ചീച്ചിലയക്കണൊക്കെ എന്ത് ചക്കേ അത് 37 തോട്ടാണ് അതാണ് പറഞ്ഞത് ചേച്ചിയുടെ തോട്ടം ഇങ്ങോട്ട് വരി ഇവിടെ ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് മമ്മ ചൂടാണ് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം എന്തിനാണ് അത് കുഴപ്പമില്ല ഇങ്ങോട്ട് പോരി ഇത് എടുക്കല്ലടാ ഇത് വലുതാണ് ഇത് മണ്ണല്ലല്ലോ അത് മണ്ണല്ലേ നോക്കട്ടെ കുത്തിയൊക്കെ നമുക്ക് ഇത് നല്ലതാ എടാ നമുക്ക് പിന്നെ ഇട്ടുണ്ടോ അങ്ങനെ ഇങ്ങനത്തെ കിട്ടുമോ കണികൾ ഇപ്പൊ ചെറുത് മതി അതൊന്ന് പിടിച്ചാൽ അത് രണ്ടും പിടിച്ചാണ് ഇങ്ങോട്ട് വരും അമ്മ ഗൈസ് ഞങ്ങൾക്ക് ഒരു സംഭവം കാട്ടിത്തരാം അതായത് ചീവീട് പറഞ്ഞ സാധനത്തിന് എല്ലാവർക്കും അറിയാം ഞാൻ ഇപ്പൊ ആക്കണേ ഈ പിരി പറഞ്ഞാണ് നിൽക്കണില്ലേ നമ്മളെല്ലാ വീഡിയോസിലും ഉണ്ടാവും ഈ അത് വേറെ ചീവീട് ഇത് വേറെ ചീവീട് അതിന്റെ ഞാൻ കാട്ടിത്തരാം നിന്ന നിപ്പില് ചത്താണ് തോന്നണേ നോക്കിയാ ആയിട്ടാള് ഉറ ഊരിയാണ് പോയിക്ക ഇതാണ് ഈ സാധനം കുറച്ചോനെ അതിന്റെ ഒരു ഒച്ച അതാണതേ കാണാത്ര വലിപ്പമേ ഉണ്ടാവുള്ളൂ പക്ഷെ അതിന്റെ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ തൽപ്പിരാന്ത് വരും എല്ലാവർക്കും അവിടെ താഴെ ഒരു മരത്തം കൊണ്ട് 3-4 ഒപ്പം എന്തേ മൈക്ക് ഇങ്ങനെ ആയി കിടക്കണം ഇത് ഉറയാണ് കേട്ടോ ഗൈസ് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഉറയാണ് ഈ ഊരി പൊയ്ക്കണത് ഇതാണോ ഇതാണ് ഈ സാധനം അതാണ് ഈ കടന്നാണ്ട്
പിരി 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 പറഞ്ഞിട്ട് മറ്റേ മോളാണ് ഉമ്മമാന്റെ ബാക്കിയാണോ തോന്നുന്നു. ഞാനങ്ങനെ കിരി എവിടെ കിരി പറകല്ലേ എടാ അത് പച്ചയാണോ ഉണങ്ങിയതാ പോയൊക്കെ ഏത് അങ്ങോട്ട് പോയി നോക്കി നമ്മോട് പോയി നോക്കാം. ഇത് മറ്റേ രാജാവ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയില്ലേ, ഓ ഓ ഓ അതാണിത്. ഓ എടാ മുകളിലാക്കണ വലിയൊരു മരം കൊയ്യാൻ കിടക്കണേ. അല്ല അത് എടുക്കണില്ല. ഏതാണ്? ഓ അങ്ങനെ തലക്കൊന്നുണ്ടല്ലേ ഗൈസ്. നമുക്ക് ഇവിടെ ഒരു കൊമ്പുണ്ട്, അതൊന്നും എടുക്കാം കേട്ടോ. എടാ അതിന് കത്തിയാണോ? ഇതിനിപ്പോ കത്തി വേണ്ട ഇപ്പൊ നിലവിലാണെങ്കിൽ നമുക്ക് ലാസ്റ്റൊക്കെ ഒപ്പം വെക്കുമ്പോ അപ്പ കത്തി കൊണ്ട് ഇതാക്കാം. നോക്കിയാ ഫുള്ള് വള്ളി കുടുങ്ങിക്കണേ. കിളിപ്പോത്താണ് പണി കഴിഞ്ഞതിന് മുമ്പ് ആ കിളി ഇറങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത്. എവിടെ പെരപ്പണി ചെയ്യുന്നതിന് മുമ്പ് അല്ല ഞാൻ ഇവിടെ ഇരിക്കട്ടെ, എന്റെ കാലും ഇറങ്ങിയിട്ടില്ല. അല്ല ഏതോ നിർഭാഗ്യ നമ്മള് പെരപ്പണി നടത്തുന്ന വൈക്ക് ഏതോ ഒരു കിളി കൂടുകൂട്ടിയാണ് പൗതിക്കെന്ന് വെച്ച് ഇട്ടെറിഞ്ഞു പോയി. പിന്നെ കഴിച്ച് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുന്നിങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ കുന്ന് കയറി കുറച്ച് എത്തിക്കണ്. അതായത് ഇമ്മമ്മ നമ്മളെ അവിടുത്തെ കുന്നാണ് ഇവിടുത്തെ കുന്നാണ് വലുത്? ഇതാണ് വലുതെന്ന്. ഒലക്കാണ് അവിടുത്തെ കുന്ന്. നല്ല അലാക്കിന്റെ വലിയ കുന്നാണ്. കൊറേ കാലമായില്ല കയറിയിട്ട്, അതുകൊണ്ട് കയറോ. അതാണ്. അപ്പോൾ നമ്മൾ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇമ്മ അവിടുന്ന് ഇങ്ങനെ ഇതിങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമാണ് ഗൈസ്. ഇത് ഓരോരോ പ്ലാറ്റ്ഫോമാണ്. അതായത് ഡബർ വെട്ടുകാർക്ക് ഇങ്ങനെ, അതായത് മലപ്പുറംകാർക്ക് ഇത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ ഗൈസ് ഈ മലപ്പുറം അല്ലാത്ത വേറെ ജില്ലക്കാർക്ക് ഉണ്ടല്ലോ ഈ ഡബർ തോട്ടമൊന്നും ഇല്ലാത്ത രാജ്യം ഉണ്ടല്ലേ അമ്മമ്മ? പിന്നെ ഇവിടെ ഈ മലപ്പുറം ജില്ലയിലുള്ള ഡബർ അവിടുന്നാണ് കഴിഞ്ഞാൽ. മലപ്പുറം ജില്ല രാജ്യമാണോ അതോ ജില്ലയാണോ? ജില്ലയാണോ രാജ്യമാണോ വെച്ചാൽ അറിയില്ല. ഈ ഇവിടെ കാടും മലയും ഡബറും ഒക്കെ എല്ലാമായിരിക്കും എല്ലായിടത്തും ഉണ്ടോ? ഇല്ല. എന്നാ തന്നെ അപ്പോൾ മലപ്പുറം ജില്ലയല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ഇങ്ങനെ പ്ലാറ്റ്ഫോം ആക്കിയിട്ടുണ്ടാവും. ഇതൊരു നിര അതൊരു നിര അങ്ങനെ ഓരോരോ നിരകളാണ്. അപ്പോൾ നമ്മളെന്താ കാട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് നിരയിൽ നിന്നാണ് ഇപ്പോൾ ഈ വറകൾ കിട്ടിക്കണത്. ഇപ്പോൾ ഈ വറക് നമുക്ക് ഈ ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾ പോണ വയ്യിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ ഒരുക്കൂട്ടി വെച്ചിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കുന്നുംപുറത്ത് ഇങ്ങനെ പോയി വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇത് കൂടെ അല്ലേ പോണത്. അപ്പോൾ പോണ പോക്കിൽ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകും ഞങ്ങള്. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക തുണക്ക്. അല്ല അതന്നെയാണല്ലോ ഇപ്പൊ ഇത്രയും നേരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഒരു വർഗം എടുക്കണേ, ആ വർഗ് പോയിട്ട് നമുക്കൊന്ന് എടുത്തു കൊണ്ടുവരാം. ഇതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഗൈസ്. ഇവിടെ എത്തിയില് അത്യാവശ്യം മെനക്കല്ലാത്തൊരു പണി എടുത്തിക്കണത് ഇമ്മയാണ്. കാരണം വർഗിന് പോയിട്ട് കാലൊടിഞ്ഞിട്ടില്ല, കാലിന്റെ ലിഗ്മെന്റ് പൊട്ടിയിട്ടും ഇങ്ങനെ പണിയെടുക്കണമെങ്കിൽ അത് വർഗിനോടുള്ള ഒരു ആത്മാത്ര ബന്ധം തന്നെയാണ് നമുക്ക് വിലയിരുത്താം. മറ്റേ അവിടുന്ന് അവങ്ങൾ നീച്ചുമ്പോക്കേ വർഗ് കൊടുക്കും. ഇവിടെ ഇപ്പൊ വെച്ചല്ലോ കൊടുന്ന വർഗ് കഴിഞ്ഞും ചെയ്തു, പിന്നോട്ട് പോയിട്ടില്ല. അല്ല കൊയക്കന്നെ ഉള്ളു, വേറെ ഒന്നുമില്ല. ഇത് ഞാൻ ഒരു കാര്യം പറയാം, ഇരുന്നിരുന്ന് കുഴങ്ങിയതാണ് ഉമ്മ. കൊയക്ക എന്താന്ന് നമുക്ക് ഉമ്മാനോട് ചോദിച്ചേക്കാം. അത് പറഞ്ഞു കൊടുക്കി. കുഴങ്ങിക്ക് മക്കളെ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങോട്ട് ഏറ്റവും പോകണ്ടേ, വെള്ളം കൂടി എത്തുമില്ല. ഇപ്പോഴാണ് ഒരു കൊള്ളി എടുത്ത് കേട്ടോ. ഇതുവരെ ക്യാമറ പിടിച്ചിക്കാടി. സത്യം പറയും, ഇപ്പോഴാണ് ഒരു കൊള്ളിയുടെ കജ്ജ് കിട്ടിയാലേ ഏതായാലും. അവിടെ ഒരു വലിയ കൊള്ളി കണ്ടിക്കണേ. അത് ഞാൻ കണ്ടതല്ല, ഉമ്മ കണ്ടതാണ് കേട്ടോ. കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എനിക്ക് തോന്നുന്നു ഇല്ലിപ്പോ വലിയൊരു കൊള്ളി കിട്ടിയത് തോന്നുന്നുണ്ട്. ആടാ ഇത് അത്യാവശ്യം വലിപ്പുണ്ട്. ടാ കൊണ്ടിട്ടില്ലെങ്കിൽ ഇതെന്താ കേട്ടാ? അത് വെട്ടി മുറിച്ചാടാ. മൂന്ന് കുത്താൻ വേറെ എന്തെങ്കിലും വേണ്ട. ബലങ്ങിനുണ്ട. അത് ഇന്ന് കൊണ്ടുപോയില്ലെങ്കിൽ നാളെ വെട്ടിയിട്ട് പോകേണ്ടി വരും. ഇങ്ങനെ നീളത്തിലിട്ടാൽ മതി. ഇത് നല്ല അടിപൊളി കിടില കൊമ്പാട്ടോ. അവിടെ ഇത് മമ്മ വെട്ടണ്ടേ അല്ലെ വേണ്ടല്ലേ? ഒറ്റ അടിക്കണ കൊണ്ടുപോവാ. അതിനെ കുട്ടിയെ ഐഡിയ പറയാൻ പറ്റും. ആ തല ഇങ്ങോട്ട് മുന്നിൽ കാണാം. ഇതിനു മുമ്പും ബേക്കുണ്ട്. മുമ്പും ബേക്കുണ്ട്.
ആയി അതാണല്ലോ മുമ്പ് ഉമ്മമ്മ പറഞ്ഞ മുമ്പ് ഇതാണ്. അഞ്ഞ പോയി തിരിച്ചണ്ടേ അപ്പൊ തന്നെ ആകണ്ടീനി. ഇനിയിപ്പോ അങ്ങനെ അവിടെ പൊന്തിച്ചു. ഞാൻ ഒറ്റ കൊണ്ടുവന്നപ്പോ ഇത്ര പണിയില്ല നീ രണ്ടാളായപ്പോ ഇത് എവിടെ കച്ച് തിരിഞ്ഞു പോകും ഞങ്ങൾ. എന്നാ ഇവിടെ എടുത്തു വെക്കി. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പ്ലാന്. ഇത്ര ഉള്ളു നമ്മളെ ബുദ്ധി അല്ലേ? ഇത്ര ഉള്ളു നമ്മളെ ബുദ്ധി. ഇനി കഴിച്ച് നമ്മൾ ആ മേപ്പിട്ട് കയറുകയാണ്. നമ്മൾ എത്തിട്ടോ ഇവിടെ പന്നി ഫാം ഉണ്ടായിനി. എന്തായാവോ അത് കുറച്ച് അപ്പുറത്തല്ലേ വേണോ? അത് കാണണ്ട നമ്മൾ പറയും കൊണ്ടുപോകണം. പന്നി ഫാം കണ്ടു രാജു. എന്താ കോഴിക്കാട്ടത്തിനേക്കാൾ ബെസ്റ്റ് ആണ് പന്നി. മുട്ട തിന്നണില്ലേ? ആദ്യം എനിക്കിട്ടില്ല. എനിക്കും കിട്ടിയില്ല ആ മുട്ട. മാണ്ടച്ചേ പേരിന് മുട്ട. അപ്പൊ കഴിച്ച് നമ്മൾ ഈ വലിയ കുന്ന് കയറാൻ പോവാണ്. ഇതെന്താ പന്നി ഇതാക്കിട്ടാ? പന്നി 4 മക്കളും. ഇതൊക്കെ മുട്ട പന്നി കുത്തി മറിച്ചിട്ടാണ്. റബ്ബറും പാല് കുടിച്ചാൽ വന്നാണ് തോന്നുന്നത്. നാളെ ഞാനും സിറ്റൗട്ടിൽ ഇരിക്കണം അന്തിക്ക്. അപ്പോൾ കിറൊരു ഒച്ചയൊക്കെ ഉണ്ട്. അതിൽ ഞാൻ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ടില്ല. അതിൽ ഉമ്മാനോട് ഉമ്മ മണ്ടിക്കോ പുലി എന്തോ ആണ് കൊണ്ട് മുരളുന്നുണ്ട്. ഇവിടെ പന്നിലാരും നമുക്കറിയില്ലല്ലോ. പുലിന്റെ ഒച്ച പോലെ കിട്ടിയേ പേടിച്ച് ഉമ്മാനി വലിച്ച് മണ്ടി ജനലും തുറന്ന് നോക്കിയപ്പോ ഒരു പന്നി 4 മക്കളും. അതെ പന്നി വെജിറ്റേറിയൻ ആണ്. അപ്പൊ അതിന് എന്തേലും തിന്നണ്ടായിരുന്നു. വെജിറ്റേറിയൻ എന്താ അറിയോ? പച്ചക്കറി ചിക്കനും ബീഫും മാത്രം തിന്നു. അപ്പൊ അത് എന്തേലും തിന്നാൻ പറ്റിയാണ് എഴുതിയിട്ടാണ് ഈ കാരണം. വെജിറ്റേറിയൻ ആണത്. വെജിറ്റേറിയൻ പറഞ്ഞാ പച്ചക്കറി മാത്രം. ഞാൻ അമ്മമാനെ ഒക്കെ അടിച്ച അത് ചേമ്പ് പൂള വാഴക്കല വീണൊക്കെ കുത്തിപ്പൊളിച്ച് തിന്നു. അതിന് പഴിച്ചിട്ടേ ആരും ചോറ് വെച്ച് കൊടുക്കൊന്നുമില്ലല്ലോ പന്നിക്ക്. നമ്മളിപ്പോ കേറി ശബരിമല എത്തിന്ന് തോന്നുന്നുണ്ട്. കാരണം അമ്മാതിരി കുന്നാണ് ഇപ്പൊ നമ്മള് കേറി വന്നിരിക്കണത്. ഇവിടെ കുറച്ച് പാറക്കൂട്ടൊക്കെ കാണാനുണ്ട്. ഇവിടെ എന്തൊക്കെയാ മണം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള കല്ലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പെരിക്ക് കുറച്ച് കല്ലുണ്ടായല്ലോ. തിരുമ്പാനല്ലേ നമുക്ക് പെരക്കുള്ളൂ. പെരക്കോ? ഈ പാറകളൊക്കെ കുരിശുംപാറ എത്തി നമ്മള്. അതേതാ കുരിശ്? പോയി അവിടെ ഒരു കുരിശ് കാണാണ്ട്. ഇവിടെ ഈ മല കയറാൻ വരുമല്ലോ. അപ്പൊ മല കയറാൻ വരുന്നവർക്ക് മല കയറാൻ വരുമല്ലോ. എന്താ ശബരിമല അല്ല, എന്തോ ഒരു വെള്ളിയാഴ്ച എന്തോ ഒരു ഇത് വരുന്നുണ്ട് മല കയറാൻ. അതെന്താന്ന് അറിയില്ല ഗൈസ്. ബാടെന്നാലും നടക്ക് ഗൈസ്. ഇവിടെ ഈ കൂടൊക്കെ ആണ് നമ്മള് ഇന്നാള് വന്നത്. ഈ വയ്യൊന്നല്ല. ആവോ ഇവിടെ ഒന്നും കാര്യം ഇരിക്കണ്ടല്ലോ. കണ്ണോട്ടെ ഇവിടെ ആണ് പന്നി ഫാം ഉണ്ടായിരുന്നത്. എന്താണ് മുള്ളമന്നിയോ? മന്നിന്റെ കൊമ്പ് ഇവിടെ എന്തോ കൊന്നിട്ട് ഒന്നായിട്ട് കൂട്ടം കുടിക്കാണല്ലോ. കൊന്നിട്ട് കാണുന്നേ. ഇവിടെ ഉണ്ട് കൊറേ സ്പ്രെഡായി കിടക്കണേ. ചെറുത് പല്ലുമ്പ തൊണ്ടടുത്ത മരുന്നാണ്. പൊറുക്കി വെച്ചാൽ മണമൊന്നുമില്ല എനിക്ക് തോന്നണേ. ഒന്നെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടാക്കി തരാം. അതാണ് അല്ലാതൊന്നല്ല. അങ്ങനെ കൊണ്ട് വെച്ചാണ് കാരണം. അങ്ങനെ കൊണ്ടുവന്ന് വെക്കുവോ? എന്നാ ഇത് കൈ പിടിച്ചോ. മുള്ളമന്നി ഔഷധാണെന്നൊക്കെ പറഞ്ഞേ. മുള്ളം പോലെ എവിടെ? അവിടെ ഉണ്ടോ? അവിടെ ഇവിടെ മരുന്ന്. ഇത് എനിക്ക് തോന്നുന്നുണ്ട് ഇതിനെന്തോ പിടിച്ചാടാ. ഇതൊക്കെയാടാ. എവിടെ? ഓ ഇക്കൂടെ സ്പ്രെഡായി കിടക്കണ്ടില്ലേ. കൊറേ സ്ഥലത്ത് കൂടെ ഉണ്ട്. ഏരിയ കേട്ടോ മോനെ. കൂട്ടിക്കാണടാ വന്നേ ലേ. ആടാ ഇവിടെ നോക്കിയാ മുള്ളിന്റെ ഇതിന്റെ ഒക്കെ ഏരിയ. പാറക്കൂട്ടം മുള്ളിന്റെ ഇതൊക്കെ ഏരിയ ആണ്. നോക്കിയാ പന്നി ഫാം. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നരിയോ എവിടേക്കാണ് നടക്കണത്? പോയി കണ്ടോ. വെരി 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 വെരി. എന്തായാലും ഇവിടെ എത്തി. എന്നാ പിന്നെ പന്നി ഫാം കൂടി കണ്ടിട്ട് പോവാ. ഞങ്ങൾ നാളെ വന്നപ്പോ പന്നി ഫാമിൽ പട്ടികളൊക്കെ ഉണ്ടായി. കാരണം അവിടെ കാവിലെടുത്തണേ.
വറകൊക്കെ അങ്ങനെയാണ് പിന്നെ നമ്മൾ എടുക്കാൻ പറ്റും. ഇവിടെ അടുത്ത് തന്നെ അല്ലേ മാവാ മമ്മ മുമ്പക്ക് ഒന്ന് മുൻകൈ നടക്കി. അതിനെ ഒന്നുമില്ലേലും ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇതിലാളല്ലേ, പ്രായമുള്ള ആളല്ലേ. വരി, കാട്ടുകൂടെ വല്ല പെരുമ്പാമ്പ് ഉണ്ടാവും. പെരുമ്പാമ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പിടിച്ചാ കൂടെ ഇറങ്ങാം. ഇവിടെ കാടാണ്. ബാ ഈ കൂടെ ഇറങ്ങിക്കാണ്. പേര് കമോൺ. വയ്യ നമ്മൾ ഉണ്ടാക്കണോ? ഇവിടെ ആക്കണ കൂന്. ഇത് നല്ല കൂന ആണോ? അല്ല വിശക്കൂനാക്കി. അവിടെ പെരിയിലെത്തിയാണ്ട് കറി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അറിയാം വിശക്കൂനാണിത്. ഈ മുള്ളങ്കൊമ്പ് വിറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ കിട്ടുമോ? ഇച്ചറിയില്ല. ഇതാരാ പറഞ്ഞ ഔഷധമാണ്? ഔഷധമല്ല, മരുന്നാണ് പറയുന്നേക്ക. ആരാ പറഞ്ഞേ? അമ്മമാരോട് ആരാണേ? ഇച്ചറിയില്ല. ഇതാ ഇവിടെ താഴെ. അപ്പൊ ഇത് പിന്നെന്താ ഞങ്ങൾ അടക്കണ? പിന്നെന്താ ഇമ്മാക്ക് എന്തറിയോ സത്യം പറഞ്ഞ പേടിയേക്കണേ. എങ്ങനെയാലും ഇത് മുടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയണേ. വറകും തപ്പി 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 അവസാനം ഞങ്ങൾ വന്ന് പെട്ടത് മുള്ളമ്പന്നിയുടെ കൂട്ടിലാണ്. അവിടുന്ന് കുറച്ച് മുള്ളും കാര്യങ്ങളൊക്കെ തപ്പി പിടിച്ചെടുത്തിക്കണേ. ഇത് പെരി കൊണ്ട് നമുക്ക് ശേഖരിച്ച് വെക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ആടാ ഇതേ പന്നി ഫാമിൻ്റെ മുകളിൽ പണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ വന്നപ്പോൾ ഒരു കുരിശ് അതന്നെയാണിത്. ബാ ഓ ഇവിടെ അടിപൊളി കേട്ടോ. ഇവിടെ ഇവർ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം അടിപൊളിയായി. കാരണം ഇവിടെ കുറേ പാറാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ എന്ത് വ്യൂ. ബാ മമ്മ നോക്കിയാ തറ കയറി പോയി വരണ്ടില്ല. ഏത് നേരത്താണോ വെച്ച് വരാൻ തോന്നി പറഞ്ഞിട്ടാണ് മമ്മ വരുന്നത്. വരി എന്തായാലും ഇത്ര എത്തിയില്ലേ? പശുക്കളൊക്കെ കൊണ്ടുവന്ന് തീറ്റാൻ പറ്റിയ പുല്ല്. അങ്ങോട്ട് വരി. ഇവിടെ സെറ്റ് വ്യൂ ആണ്. ഇങ്ങോട്ട് വാ ഗൈസ്. ഇവിടെ നല്ല രസമുള്ള കാഴ്ചകളുണ്ട്. ഇങ്ങോട്ട് വരി. ഇവിടെ നോക്ക്. ആണോ? ഇതെന്താ പൂജ? വാ ഇങ്ങോട്ട് വാ ഗൈസ്. ഇവിടെ സത്യം പറഞ്ഞാൽ എന്തോ ഇതുണ്ട് കേട്ടോ. എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആക്കണ് കുറേ പൂക്കളൊക്കെ വെച്ചിക്കണ്. വാടാ ഇവിടെ നോക്കിയാ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അല്ല ടവർ കുറേ മിനിയൂട്ടി. ആ അത് നോക്കിയാ എന്താ വ്യൂ. അവിടെ എന്താ പെരയാണത്. മുതലായിട്ടോ. ഇവിടെ വരും മമ്മ. അങ്ങോട്ട് വരി. ഇങ്ങോട്ട് വരി വരി വരി. നമ്മളെ പെരപ്പണിയാണത്. ഇവിടെ വരും മമ്മ. ഇങ്ങോട്ട് വരും. മമ്മക്ക് കാണുന്നുണ്ടോ? നമ്മളെ പെരപ്പണിയാണ്. കണ്ടോ അവിടെ കണ്ടോ? കണ്ടോ കാണണ്ടോ? കണ്ടോ? അതൊക്കെ ഇടക്കര വാകയിലങ്ങൈമാരെ. ഇടക്കര എന്നല്ല നമ്മളെ പേരാണ്. ഇതിപ്പോ നമ്മള് പീപ്പിൾസിന്റെ ആ ഭാഗത്ത് അങ്ങെത്തി. അല്ല നമ്മള് പിന്നെ ഇങ്ങനെ പന്നി ഫാമത്തെ വന്നാണ്. വാ വരി വരി. കമോൺ വാ. സർദിച്ചല്ലേ വാ. ഇങ്ങോട്ട് വാ. പെരിയത്തെ കോഴിക്കോട് വന്നിക്കണോണ്ട് കുഴപ്പമില്ല. മമ്മ ഇവിടെ വാ. പന്നി ഫാമൊക്കെ വാ. ഇത് പിടി മമ്മ. മമ്മ കൈ പിടി. ഞാൻ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് മാച്ച് കാണിച്ചു തരാം. ഈ ബേലി ഇത് പിന്നെ പന്തി ഫാം കണ്ടപ്പോ നിങ്ങൾ എന്താ കരുതി? ഞാൻ പോയിരുന്നില്ല അറിഞ്ഞില്ലേ? നിങ്ങൾക്ക് പന്നി ഫാം കണ്ടപ്പോലെ അത്ര വന്നിക്കണേ. ഇതോ പിടി. ഇത് പിടി. ആ അപ്പൊ എന്തിനാ നിങ്ങൾ പോയി കണ്ടോളിക്കൊക്കെ കാകൻ നിർബന്ധമാണ് പോയി ഞങ്ങൾ നടക്കാറില്ല. അതന്നെ ഞാൻ കണ്ടു. ഇത് കണ്ടു. പോയിക്കോളി. ഈ പന്നിയാളെ കണ്ടാ എന്താണ്? കഞ്ഞാളെ കണ്ട ഒന്നുമില്ല വെച്ച് പോയാൽ വൈജ. ഈ മമ്മ മിഞ്ഞാന്ന് പന്നിനെ കണ്ടു. അപ്പൊ കുഴപ്പല്ലേ? നായ്ക്കൾക്ക് മണക്കണില്ല. പൊന്നാരാനോ ഒന്ന് പോരി. നിങ്ങൾ പോയിക്കോളി. നിങ്ങൾ പോയി. അവിടെ പെരാളുണ്ട്. പെരക്കാരുന്നോട്ടെ. നിങ്ങൾ പോയി ഞാൻ പഠിക്കാം ചോദിക്കാം. ആ മൂക്കൊന്ന് പൊത്തി വരുവോ? ഇമ്മ ഇജ്ജ് കഴിഞ്ഞിട്ട് വാ.
വേറെ വല്ല വയ്യുണ്ട് നോക്ക്. അമ്മ വന്നാ താഴത്തു കൂടെ പോവാ വരി. ഞാൻ താഴത്തെ കൂടി ഇല്ല മേലെ കൂടി ഇല്ല. ഞാൻ ചോദിക്കും ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുക ഇറങ്ങാൻ വെക്കും. അതിന് മണുണ്ടല്ലോ ഒരുമാതിരി മണം. അമ്മ ഇവിടെ മണല്ല, ഇവിടെ ഇരിക്കി. ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ അവിടെ ഇരിക്കൂല. ഓല അമ്പലത്തറയാണ്. അമ്പലത്തറയിലാണ് കുരിശ്. വേറെ എവിടെ കഴിക്കാണ്ടല്ലുണ്ട്. നുള്ളിപ്പൊറുക്കി പോണ്ടേ. ആ കയ്യിൽ പിടിച്ചിക്കണത് ഗൈസ്. വെള്ളം വന്നിട്ട് മുള്ളാണ് ഗൈസ് കയ്യിൽ കൊണ്ടുപോകുന്നത്. പറഞ്ഞ പന്നിന്റെ ഇതാണ് പോലെ പറഞ്ഞു നോക്കുമ്പോലെ കുടൽ വരെ പോയൊരു മനുഷ്യനെ. ഗൈസ് പന്നി ഫാം കാണാൻ നല്ല പൂതി ഉണ്ടായിനി. പക്ഷേ ആർക്കാർ കൊണ്ടുപോകുക ഞാൻ പോരാ. പന്നിപ്പാമ്പ് കാണാൻ ഞാനില്ല. എന്തൊക്കെയാ പറഞ്ഞു പോകണ്ട് ഗൈസ്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കാട്ടി കൊടുക്കണം. ഇതിൽ ക്ലിപ്പ് നമുക്ക് എന്തൊക്കെ പോയിട്ട് നമുക്ക് എന്തൊക്കെ പോയിട്ടോ. ഹോട്ടലിൽ പുറത്ത് വരുമ്പോ അങ്ങനെ എന്നാ ഗൈസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പന്നി ഫാം ഒന്ന് കാണിച്ചു തരാം. അതെ, ത്യാഗം സഹിച്ചിട്ട്. ആ നിങ്ങൾ അവിടെ തന്നെ നിൽക്കിട്ടോ അമ്മമ്മ. ഞങ്ങൾ വരുമ്പോഴത്തേക്കും അവിടെ തന്നെ നിൽക്കിട്ടോ. ആ പോയി കൊണ്ട് തിന്നൊക്കെ പോയി. പോയിരാ മൈക്ക സൗണ്ട് കേൾക്കണ പന്നിന്റെ. എന്താണ് ആ കാണാണ്ട് പന്നി? അതാണ് പന്നി. അതാണ് നാടൻ പന്നിയാള്. പന്നിനെ കാണാത്തവർക്ക്. ഓ അവിടെ കുറെ കുട്ടികളും മക്കളും ഉണ്ട് കേട്ടോ. നോക്കിച്ച് ചമട്ടാൻ സാധനങ്ങളുണ്ട്. ഇവിടെ പട്ടിയാളുണ്ടായിനി, ഇപ്പൊ ഇല്ല. ഇവിടെ ആരും ഇല്ല കേട്ടോ. ഗേറ്റൊക്കെ അടച്ചിരിക്കണു. നോക്കിച്ച് അതിൻ്റെ ഉള്ളിൽ വലാക്കിൻ്റെ ഉള്ളിൽ പന്നി കേട്ടോ. ഞങ്ങളുണ്ട് ഇതല്ലേ. അപ്പോൾ അതാണ് ഗൈസ് പന്നി ഫാം. ഇവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് നോക്കിച്ച്, അങ്ങോട്ട് നോക്കി. ഇതല്ലേ? ഓ അതടിപൊളി. ഈ വ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാല്ലേ? കമൻറ്റ് ചെയ്യും. നല്ല വ്യൂ ഒക്കെയാണ്, പക്ഷെ വന്നിങ്ങനെ സ്ഥലം പോരാന്നുള്ളൂ. പന്നി ഫാം ആണെന്നുള്ളൂ. അതെ. എന്നാ ഗൈസ് നമുക്ക് ഇതാണ് നമ്മളെ പന്നി ഫാം. പോലെ എന്നാൽ പോവാ നമ്മൾ ഗൈസ് ഇമ്മാൻ്റെ ഇമ്മമാൻ്റെ അടുത്ത് പോട്ടെ. കിടിലം സാധനങ്ങൾ പറഞ്ഞാൽ കിടിലം. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. കിടിലം നല്ല അടിപൊളിയായിട്ട് മൂക്കൊന്നും പത്താതെ നല്ല അടിപൊളിയായിട്ട് പോന്നു. പോയും ചെയ്തു പോകുന്നും ചെയ്തു. കാരണം ശീലമായോണ്ടാണ് തോന്നണേ. ഉമ്മമാൻ്റെ ഒക്കെ നിർത്താൻ നോക്കിയാ ഒച്ച ഞങ്ങൾ കേട്ടു. ഒച്ച പോകണ്ടനാ പന്നിന്റെ. അങ്ങനെ അനക്കെന്താ കുഴപ്പമില്ല അതറിയോ? എൻ്റെ മൂക്കിൻ്റെ താഴത്ത് തന്നെ ക്ലോസറ്റ് ആയതുകൊണ്ട് കഴിച്ചു ഓനക്ക് കുഴപ്പമില്ല. ഒച്ച അങ്ങോട്ട് വരെ കേൾക്കുന്നുണ്ട്. പന്നിയാളതോ? അങ്ങനെ ഗൈസ് നമ്മൾ കുന്നൊക്കെ കയറി കഴിഞ്ഞ് ഇപ്പം നമ്മൾ വറകും കൊണ്ട് കുന്ന് നമ്മൾ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മളെ ഈ പോത്തല് പഞ്ചായത്തിൽ ആരും ഈ കുന്ന് കയറി വന്നിട്ടില്ലാന്ന് അല്ലേ? നമ്മൾ കാര്യമില്ലേ? നമ്മളെ ഉണ്ടാവുള്ളൂ. വറകും കുന്ന് കയറി കാണും ഗൈസ്. അല്ലെ വറക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കുന്ന് കയറിയത് ആരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അല്ല പിന്നെ പിരാന്ത് കൊണ്ട് ചോറുണ്ടാവില്ലല്ലോ, വറക് കത്തിച്ചണ്ടേ. അമ്മമ്മ അനങ്ങല്ലേ അമ്മമ്മ അനങ്ങരുതിട്ടോ. അമ്മമ്മ അനങ്ങി കഴിഞ്ഞാൽ അമ്മമ്മ വളരെ വലിയ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനോ. അനിങ്ങോട്ട് പവയും അമ്മമ്മയുടെ തലമൻ തൂക്കി അനങ്ങാതെ നിക്കണോ. അനങ്ങാതെ നിക്കണ ആ ഒരു നൃത്തത്തിന് കൊടുക്കണം കഴിച്ച് 2 റുപ്യ. അല്ല അനങ്ങല്ലേ ഞാൻ എന്താണാവോ വിചാരിച്ചു. ഇല്ല നമ്മളിപ്പോഴാണ് കേട്ടോ പണി ശരിക്കും തുടങ്ങിയത്. നമുക്ക് വെട്ടി മുറിക്കുന്ന പരിപാടിയാണ്. കാരണം ഇത് ഓരോന്നും നമുക്ക് കൊണ്ടുപോയി നടക്കൂല. ഇതൊക്കെ പാടൊരു കെട്ടാക്കിയിട്ട് നമ്മളിത് കയറില്ല. നമ്മളെ മറ്റേ പെരയാണെന്നുണ്ടെങ്കിൽ കഴിച്ച് കയറി നമുക്ക് ഉണ്ടാവും. ഇവിടെ കയറില്ല. അതിപ്പോൾ അതുകൊണ്ട് നമ്മൾ മുണ്ട് ചുറ്റി മടക്കി കെട്ടാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. കൊയങ്ങി കഴിച്ച് അതിൻ്റെ മോള് കയറി ഇറങ്ങിയപ്പോഴത്തേന് കൊയങ്ങി ഒരു പരിവായി. എന്താ പ്ലാൻ എന്താ ഉമ്മ അങ്ങനെ വെട്ടി മുറിച്ച് മാറിക്കോ അമ്മ പയ്യും കരുന്നുണ്ടോ.
നോക്കടാ അത് കയറിന്റെ ഇതാ കൊമ്പാന്ന് തോന്നുന്നുണ്ട്. ഏത് പോയി നോക്ക് കയറ് കിട്ടുകയാണെങ്കിൽ അത്രയും കയറിന്റെ കൊമ്പോ കയറിന്റെ കൊമ്പ് കജൂണ കജൂണ കത്തി അടിക്കാൻ നോക്കട്ടെ. ജൂണേ ആ കയറി ഇത് പറയുന്നേ കയറി ചെയ്തിട്ടൊരു ചെടിയുണ്ട്. എങ്ങനെ കയറി ചെയ്തിട്ടൊരു ചെടിയുണ്ട്. കയറി എന്തിനു ചെടിയോ? ആ ഞാൻ പൊളിഞ്ഞ അടീനി പൊളിഞ്ഞാലോ പണി ഉണ്ടാക്കല്ലേ. എവിടേക്കാണാ പോണേ? ഇതേ നിങ്ങൾക്ക് അറിയില്ല അത്. ആ നമുക്കറിയില്ല. അതുകൊണ്ട് ഗൈസ് നമ്മൾ കണ്ടു നിന്നാൽ മതി. കൂടുതലൊന്നും നമുക്കറിയണ്ട. നമ്മ കാട്ടിത്തരും അപ്പം കാണാം. ഏതോ കാട്ടുക്ക് പോകുന്നുണ്ട്. മുള്ളും കൊമ്പാണ്. മുള്ളും കാട്ടുക്കാ പോയിക്കണേ. എന്തോ കാട്ടുണ്ട് കാര്യമായിട്ട്. ആ എന്നിട്ട് അത് വടിയല്ലേ? അത് ചീന്തിയ കയറിട്ടേ കയറ് കിട്ടിട്ടോ. അമ്മമാരുടെ ഐഡിയ ആണിത്. ഇത് കൊണ്ട് വെച്ചുകൂട്. ഞാൻ ചീന്തി കൊണ്ട് പൊറുക്കി വെച്ചുകൂട്. അത് കയറഞ്ഞാണത്. കയറ് വാ. ഇതാണ് നമ്മളത് കയറില്ലാന്നുണ്ടെങ്കിൽ നമുക്കുള്ളൊരു മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ കാണിച്ചു തരും. അത് കാണിച്ചു കൊടുത്താണി ആൾക്കാർക്ക്. ആ ഇങ്ങനെ കൂട്ടി പൊടിച്ച് എന്നിട്ട് ഇങ്ങനെ കെട്ടുക. എന്തിന്റെ മരം ഇങ്ങനെ ചീന്തിട്ട് കയറുണ്ടാക്കണ മരം കജൂണ. ഇങ്ങനെ നമ്മള് വലിച്ചു കെട്ടണം. ഇത് കണ്ടില്ലേ ഉമ്മ കെട്ടിയാണ്ടോ? ഇങ്ങനെ വലിച്ചു കെട്ടും. ഇതാവുമ്പോ എന്താ അറിയോ, നമുക്ക് കയറില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടിക്കൊണ്ടുപോവാം. മുണ്ട് മതി. പണ്ട് ഗൈസ് ഇവര് എങ്ങനെ തെരിക ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതാക്കണം. ഉമ്മാക്കണ കണ്ടോ കാട്ടണുണ്ടോ? പുല്ല് ഇങ്ങനെ പറിച്ചാ എന്നിട്ട് അതിങ്ങനെ ചുരുട്ടിങ്ങനെ വെക്കുക. അങ്ങനെ പകണ അടുത്ത പുല്ല് പറിച്ചിന് എന്നിട്ട് അത് അയിമ കൂടെ ഇങ്ങനെ ഏച്ചു ചുട്ടിയാണ്ട് ചുട്ടിയാണ് ഇങ്ങനെ വെക്കുക. റൗണ്ട് പോലെ ആക്കണേ കാട്ടണാക്കണേ. ഇങ്ങനെ ചുട്ട അപ്പോൾ തെരിക ഇല്ല അമ്മ. അപ്പോൾ തെരിക ഓക്കെ. ടർക്കി ഇതിനുള്ളിലാണ് വെക്കുക. അപ്പോൾ ഗൈസ് എല്ലാവരും തെരിക ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. കയറുണ്ടാക്കാനും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും കുന്നുമ്മൊക്കെ പോയി കഴിഞ്ഞാൽ കുടുങ്ങി കഴിഞ്ഞാൽ കാട്ടണ്ട കേട്ടോ. റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് മോനിട്ടൻ ഇതല്ല ഇതിന്റെ അപ്പുറം നമ്മൾ ഏറ്റിയതാണ്. ഏറ്റിയാ മതി. ഏറ്റിക്കോ. ഇപ്പൊ കയറായി. വെറുതെ നീ തലമ നോക്കി. ആ വയ്ക്കൊന്നാ. അല്ല തെരുകാൻ പിടിച്ചാ നിങ്ങൾ പറക്ക് പൊന്നിച്ച് തെരുകാൻ പിടിച്ചോളാം. അജ്ജ് പൊന്നിച്ചോ. തെരുക ഈ ഭാഗം തലമ അജ്ജ് ചെത്തൂല. അതാ നീ ചെത്തൂല കേട്ടോ. തെരിക പിടിച്ചാറിന ആള് തെരുക അതാ ഇരിക്കല്ലേ. തെരുക അല്ലിലാക്കണേ. ജനീച്ചൂട്ടി ഞാൻ നീച്ച തെരികൊന്ന് ശരിക്കും നോക്കി കേട്ടോ. നല്ല കെട്ടാ കെട്ടിക്കണ പേര് ഇമ്മ തെരികൊന്ന് ശരിക്കും നോക്കി. ഇന്റെ അമ്മ ഇതിപ്പോ എന്താ പോയി കാട്ടണേ? പോത്തിന്റെ ഉള്ളിൽ പോയി കടാ. ഓക്കെ അപ്പൊ പോയാ മതി. വേഗം വിട്ടോ വേഗം പോയിക്കോ. ഇനി ഓരോ സാധനങ്ങൾ എടുത്തോളി ഏറ്റിക്കോളി. ഒരു ഓളത്തിൽ അങ്ങനെ പോണ്ട് ഗൈസ്. താഴെ എത്തിയാൽ മതിന്. അതാണ് പേര കാണുന്നത്. അവിടെ കാണാണ്ടോ തട്ടി പോകണ്ടോ? ഒരു കെട്ടുണ്ടാക്കിയാണ് മോണ്ടം പോയി ഇതാക്കണ. രണ്ടാമത്തെ കെട്ടാക്കണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. കഴിഞ്ഞു. ഇത് ഞാൻ ആരേറ്റണ്? അമ്മേ തെരികണ്ടോ? ഉമ്മ നേരത്തെ തെരിക എന്തോ ഉണ്ടാക്കിനല്ലോ അവിടെ പുല്ലിക്കൂടെ വെച്ചോണ്ടായില്ലേ? ആണോ? എന്നാ ഇമ്മ അത് ഉണ്ട്. അതവിടെ ഉണ്ടല്ലേ. ഉള്ളിക്കൂടെ കെട്ടിയാൽ അടുത്ത തെരിക ഉണ്ടാക്കണ ഗൈസ്. വെച്ചു പൊക്കാൻ പോയിക്കോ. ഞാനും കൂട്ടണോ? കുറച്ചുള്ളൂ. എൻ്റെ തലമുറ ഇടല്ലേ. ഓക്കെ ആണോ? പോകുമോ? ഉറപ്പാ? എന്നാ വിട്ടോ. ഇരുന്നോ. ഓക്കെ. കത്തി നടന്നോ. ആയിക്കോട്ടെ. നീ ഗൈസ് എനിക്കുള്ള സാധനം പറയുന്നത് ഈ വലിയ കൊമ്പ് വേണ്ടോ? ഇത് എടുത്ത് പോകാനാണ്. അത് എടുത്താണ്ട് ഇനി നേരെ പോകാൻ നോക്കാം. അത്യാവശ്യം കനമുണ്ട്.
അത് ശരി, ഇറങ്ങാനും വയ്യില്ലേ, താണെന്നിട്ട് മുട്ടി തിരിയാനും വെക്കില്ല. ആ ചെരുവിന് അങ്ങനെ അതിൽ പോകാൻ പറ്റുണ്ടോ? അല്ലല്ല, ഈ കൂടെ തന്നെ ഇറങ്ങിക്കോളി. ഇറങ്ങാൻ പറ്റില്ല, വലിയ കുടിച്ചാ എന്നാ നോക്കി ഇറങ്ങിക്കോളി. ഗൈസ് ഇവിടെ വലിയ കൊയ്യ അറിഞ്ഞിട്ട് വഴുത്തരാക്കണം. അയിക്കൂടെ പോണ്. അയിക്കൂടെ വയ്യുണ്ടോ നോക്കട്ടെ. ഗൈസ് ലാസ്റ്റത്തെ റൗണ്ടാണ് അല്ലേ? കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. ഉമ്മയും മമ്മിയും ബാക്കിൽ വരുന്നുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞു. താഴെ കൊണ്ടുപോയി വെച്ച് പോര്. ഞാനും കൂടി, അതായത് വലിയ കമ്പകൾ ഇതൊക്കെ അങ്ങനെ കൊണ്ടുപോയി താഴത്ത് വെച്ചു. ഈ ലാസ്റ്റ് ചെറിയ എന്തൊരു കെട്ട് ഇതുണ്ട്, അത് എമ്മയും മേമ്മയും കൂടി കൊണ്ടുവരുന്നുണ്ട്. ആക്കണ ഇറങ്ങണ ആക്കണേ. അവിടെ ദൂരെയാണ്, ഇങ്ങോട്ട് എത്തണം. എവിടെ ആക്കണ വരുന്നത്? അതെടുക്കട്ടെ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വറകിൻ്റെ പരിപാടി കഴിഞ്ഞു. കുഴങ്ങിട്ടോ. വറക് പൊറുക്കാൻ വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഈ കുന്നാണ്. നേരെ വയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റാണ് നേരെയാണ് കൊണ്ടുവന്നാൽ മതി. ഇത് ഈ കുന്നായിക്കൊണ്ടേ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ തന്നെ കുഴങ്ങി. പിന്നെ അവിടുന്ന് സാധനങ്ങൾ മരങ്ങളൊക്കെ ഏറ്റി അത് കുന്നിറങ്ങി വരണ്ടേ. അപ്പോൾ അതിന് വലിയ ടാസ്കാ. എല്ലാവരും കുഴങ്ങി. വർഗിൻ്റെ ബുദ്ധിമുട്ടോട് പോയതാ അപ്പം. ആണല്ലേ? അല്ലെങ്കിൽ കത്തിച്ചണ്ടേ? കത്തിച്ചണം. അപ്പം അന്ന് നമ്മൾ പോന്നപ്പോൾ കൊടുത്ത് കഴിഞ്ഞു. പിന്നെ മഴ കാരണം പോയതുമില്ല. അപ്പോൾ തോർച്ചപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് അധ്വാനിച്ച് കഴിഞ്ഞാലേ നമ്മൾ പൈസ വെറുതെ കൊടുത്താണ്ട് മരം വാങ്ങണ്ടല്ലോ. അതിലാണ്. പക്ഷേ നമ്മൾ ഈ കുന്ന് കയറിയൊക്കെ തന്നെ അത്യാവശ്യം വറ കിട്ടും. എന്നാൽ പിന്നെ അതല്ലേ എളുപ്പം. അങ്ങനെ ഗൈസ് ഒരു വിധത്തിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കിയാൽ ഇവിടെ കൊണ്ടുവന്നിട്ടൊക്കെ ഇട്ടിക്കാണ്. എത്ര കെട്ടുണ്ട് ഇപ്പോൾ? 1 2 3 4 4 കെട്ടും. പിന്നെ 2 4 വലിയ വലിയ കൊള്ളിയാളും. ഒരു കൊള്ളി അവിടെയൊക്കെ കൊണ്ടുപോയി ഇട്ടിക്കണ്. ക്ഷീണം കൂടി ഗൈസ് ആകെ ചത്തുക്കണ് കേട്ടോ. അമ്മമ്മ എന്താ അവസ്ഥ? മുണ്ടാൻ വെച്ച കുഴങ്ങിയിട്ടില്ലേ? ഞാൻ ഏറ്റിട്ടില്ല, കയറിയിട്ടും ഇറങ്ങിയിട്ടും കുഴങ്ങിയത്. കയറിയിട്ട് ഇറങ്ങിയിട്ട് ഉമ്മ കുഴങ്ങി. പിന്നെ കയറ് വെട്ടിയിട്ടും ഉമ്മ കുഴങ്ങി. അതാക്കണി ഇമ്മ കേട്ടോ നല്ല ഏറ്റിയൊക്കെ ചെയ്തതാണ്. കാലൊന്നുമില്ല, ലിഗ്മെന്റ് ഒന്നുമില്ല. പക്ഷെ എന്നാലും ഒക്കെ വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. ഇനി നമുക്ക് ഇത് എവിടെ കൊണ്ടുവരണേ? പെരന്റെ മുകളിലോ? ഗൈസ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മായ നനയും. അപ്പം ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരന്റെ മുകളിൽ എന്തായാലും അതിൻ്റെ മുകളിൽ ആസ്പെറ്റോസും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ടാണ്. തെരുകൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തലീക്കണ്ട് വെച്ച് തന്നാൽ മതി. എന്നാ ആദ്യം ഉമ്മയുടെ തലീക്ക് വെച്ചിട്ടുണ്ട്. ഉമ്മാൻ്റെ തലീക്ക് വെച്ച് കൊടുക്കട്ടെ. എന്നാ നോക്കി പോയിക്കോട്ടെ. കണ്ണാണൂലേ? ഇല്ലല്ല, പോയിക്കോ. പട അല്ല നേരെ അങ്ങോട്ട് തട്ടിക്കോ. ഞാൻ കേട്ടോ കേബിള്. പോട്ടെ. ഓക്കെ, ഒരാൾ പോയി. ഇനി ഇതാണ് മമ്മ ഒന്ന് താങ്ങിക്കാണി. എനിക്ക് ആ തെരിക വെച്ചാൽ മുറുക്കി കെട്ടടാ, മുറുക്കി കെട്ടായി നിൽക്കണത്. ഷോൾഡർ മടി വെച്ച് പോയാൽ മതി. കെട്ടായി നിൽക്കണതാ. അതാ പോട്ടെ. കുടുങ്ങിയിട്ടില്ലല്ലോ. ഗൈസ് ഒരു മട്ടത്തിലൊക്കെ പോകുന്നുണ്ട് പൊളിഞ്ഞാറാതെ. എവിടെ എത്തുവോ? തട്ടിലല്ലോ ഇവിടെ സൈഡൊന്നും. ആണോ? അതിൽ ചെറുതാ. ഇടയ്ക്ക് ആയിക്കോളാണ് ഇട്ടളി. തെരിക താഴെ പോയി. ഞാനേ ഈ കൊല്ലിട്ട് ഇവിടെ ഇടങ്ങൾക്ക് കയറ്റി ഏതായാലും കുറഞ്ഞില്ലേ ഇവിടേക്ക് വെക്കട്ടെ. ആണോ? ഒരു വിധത്തിൽ മുകളിലെത്തി. അയ്യോ, ഇത് ഗൈസ് പല വൈക്കായതുകൊണ്ട് എല്ലായിടത്തും തട്ടിത്തിരിഞ്ഞാണ്ട്. കണ്ടോ ഈ വാതിലത് കണ്ടോ? ഞാൻ കൊണ്ടുവന്നത് തന്നെ അങ്ങോട്ട് കൊണ്ട് വളഞ്ഞിട്ട് തനി. അപ്പോൾ ഇതുമൊക്കെ തട്ടി തല പോയി വന്നിന്. ഇനി ബാക്കിയെല്ലാം കൂടി എടുക്കാനുണ്ട്. ഉമ്മമ്മടെ ഞാൻ ഉണ്ട്. പൊളിഞ്ഞാടോ? ഇല്ലല്ലോ. ഞാൻ കൊല്ലി ഒരു നാളെ കൊടുത്തിട്ട് ഒരു കയറൂല. ഇതൊക്കെ ആകുമ്പോൾ സുഖമാണ് ഒരു കൊമ്പാകുമ്പോൾ. അല്ല നമ്മ എല്ലാവരോടും പറഞ്ഞാണി. എല്ലാവർക്കും അസ്സലാമലൈക്കും. വർഗിന്റെ പൂതി കഴിഞ്ഞ ഒരാഴ്ച കത്തിച്ചതാ. ഒരാഴ്ചക്കുള്ളത് അത്രയൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ. ആണോ?
അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരെ ഗൈസ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കൊയങ്ങി മക്കളെ പറയാനും കൂടി വയ്യ, അത്രയ്ക്ക് കൊയങ്ങി ആ ജാതി മലയല്ലേ.